നിങ്ങളെന്ന ശബരിമലയിൽ പോയി നോക്കിയാലേ നിങ്ങൾക്ക് കാണാൻ കഴിയും അയ്യപ്പന്റെ അമ്പലം. ആ അയ്യപ്പന്റെ അമ്പലത്തില് വാവരുസ്വാമിക്ക് വേണ്ടിയിട്ടൊരു നട വെച്ചിട്ടുണ്ട്. അതെ, അയ്യപ്പനും വാവരും തമ്മില് കൂട്ടുകാരായിരുന്നു. അങ്ങനെ അയ്യപ്പന്റെ അമ്പലത്തില് മുസ്ലിമായ വാവരെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് പൂർവികരായ ഹൈന്ദവ സഹോദരങ്ങൾ തീരുമാനിച്ചു. അയ്യപ്പന്റെ മറ്റു സുഹൃത്തുക്കളുടെയൊക്കെ പ്രതിമകൾ അവിടെ സ്ഥാപിച്ചു. എന്നാൽ മുസ്ലിമായ വാവരുടെ സ്ഥലത്ത് ഒരു പ്രതിമയോ ഒരു ബിംബമോ സ്ഥാപിച്ചില്ല. അതെന്താ? വാവരെ ആദരിക്കുമ്പോ വാവരുടെ വിശ്വാസത്തിന് കോട്ടം പറ്റാത്ത രീതിയിൽ ആദരിക്കണമെന്ന് അവര് തീരുമാനിച്ചു. ആ സ്നേഹമാണ് ഇവിടെ വേണ്ടത്. അതെ, വാവരുടെ വിശ്വാസപ്രകാരം വാവർക്കൊരു പ്രതിമയോ ഒരു ബിംബമോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ തീരുമാനിച്ചത്. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ഏത് സ്നേഹം? ക്രൈസ്തവ സഹോദരങ്ങളായ പാതിരിമാരോട് ഉമർ തങ്ങള് സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഉമർ തങ്ങൾക്ക് നിസ്കരിക്കാൻ സമയമായപ്പോ പാതിരിമാർ അവരുടെ പള്ളിയിൽ ഉമർ തങ്ങൾക്ക് നിസ്കരിക്കാൻ മുസല്ല വിരിച്ചു കൊടുത്തു. ആ സ്നേഹം. അള്ളാന്റെ റസൂല് പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോ നിങ്ങൾ വയറ് നിറക്കരുത് ട്ടോ. അതേത് മതത്തിൽപ്പെട്ട അയൽവാസിയാണെങ്കിലും ശരിയെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിമീങ്ങളെ ഒന്നടങ്കം വേദനിപ്പിച്ച ഒരു സംഭവമാണ് ബാബരി മസ്ജിദ് പൊളിച്ചത്. ആ ബാബരി മസ്ജിദ് പൊളിച്ച വിഷയത്തില് ഒരു കൂട്ടം ഹൈന്ദവ സഹോദരങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാരും പാടെ കൂടിയിട്ട് അങ്ങോട്ട് ബാബരി മസ്ജിദ് പൊളിച്ചതല്ല. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ഒരു പാട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി, ഓലക്കുടവത്തുമ്പിൽ പാടം കണ്ണീരൊപ്പി, രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. ആ രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്നുള്ള വരി അദ്ദേഹം ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് അത്ര എഴുതണത്. ബാബരി മസ്ജിദിന്റെ വിഷയത്തില് വേദനിച്ചിട്ട് അദ്ദേഹം എഴുതിയതാ രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. അപ്പൊ ബാബരി മസ്ജിദ് പൊളിച്ച വിഷയത്തില് ദുഃഖിക്കുന്നവരുടെ കൂട്ടത്തില് മുസ്ലിമീങ്ങൾ മാത്രല്ല, ഒരു കൂട്ടം ഹൈന്ദവ സഹോദരങ്ങളുമുണ്ട്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, നെഞ്ചോട് ചേർത്ത് പിടിക്കണം.